അപ്പോൾ എന്തിനാ നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട്. എന്താണ് നമ്മുടെ ബീറ്റ ബേസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ബീറ്റ ബേസ് വേണമെന്ന്. അപ്പം എന്താണ് നമ്മുടെ പഴയ ബീറ്റയ്ക്ക് അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പം കുറച്ച് ലാഗായി പോയി കൊണ്ടുവരാൻ വേണ്ടി അപ്പം എന്താണ് നമുക്ക് പുതിയ ബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വാട്സപ്പ് എടുത്ത് നോക്കാം. അപ്പം നമ്മുടെ ബീറ്റ വെർഷനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം എന്താണ് കേസ് നമ്മുടെ നോർമൽ തീമാണ് കൊണ്ടുവന്നേക്കുന്നത്. എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. അപ്പം നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗ്രൂപ്പ് ചാറ്റ് സെപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ കോൾസ് അപ്പോൾ എല്ലാ കാര്യങ്ങളും പക്ക വർക്കിംഗ് ആണ്. അപ്പം എന്താണ് നമുക്ക് നേരെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കാം കേസ്. അപ്പം നമുക്ക് സൈഡിൽ മോർ ഓപ്ഷൻ്റെ അകത്ത് ആക്ടിവേറ്റ് മോഡോ DND കിടപ്പുണ്ടാകും. നമ്മുടെ എയർപ്ലെയിൻ മോഡാണ്. അപ്പം എയർപ്ലെയിൻ മോഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പൺ ആക്കി ഇടുക. പിന്നെ നമുക്ക് എന്താണ് പേയ്മെൻറ്റ്, സ്റ്റാർട്ട് മെസ്സേജ്, ലിങ്ക് ഡിവൈസ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, ന്യൂ ഗ്രൂപ്പ്, മോർ ഓപ്ഷൻസ്. അപ്പം നമുക്ക് മോർ ഓപ്ഷൻ നോക്കാം. അപ്പം ന്യൂ ചാറ്റ് കിടപ്പുണ്ട്. അപ്പം ന്യൂ ചാറ്റിൻ്റെ അകത്ത് നമുക്ക് മെസ്സേജ് നമ്പർ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ജസ്റ്റ് എന്താണ് നമ്മുടെ മെസ്സേജ് നമ്പറാണ്. അപ്പം നമുക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റീസ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രൈവസി. അപ്പോൾ പ്രൈവസി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ആദ്യമേ എടുത്ത് നോക്കാം. അപ്പോൾ പ്രൈവസിക്കായിട്ട് ഹൈഡ് ലാസ്റ്റ് സീൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹൈഡ് ഫോർവേഡ് ടാഗ് കിട്ടുന്നുണ്ട്. പിന്നെ ആൻറ്റി ഡിലീറ്റ് മെസ്സേജ് ആൻഡ് സ്റ്റാറ്റസ്. പിന്നെ നമ്മുടെ എന്താണ് ബ്ലൂടിക്ക് ഓൺ റിപ്ലൈ, ഹൈഡ് സ്റ്റാറ്റസ് വ്യൂ, ആൻറ്റി വിവൻസ്, ഹൈഡ് ബ്ലൂടിക്ക്, ഹൈഡ് സെക്കൻഡ് ടിക്ക്, ഹൈഡ് ബ്ലൂ മൈക്രോഫോൺ, ഹൈഡ് ടൈപ്പിംഗ് ആൻഡ് റെക്കോർഡിംഗ്. നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയുള്ള പ്രൈവസി സെറ്റിങ്സ്, നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള പ്രൈവസി സെറ്റിങ്സ്. അപ്പം എല്ലാം കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്നിനും എടുത്തിടുക. നമ്മുടെ കോൺടാക്റ്റ്, ഗ്രൂപ്പ്, ബ്രോഡ്കാസ്റ്റ് അങ്ങനെ സെപ്പറേറ്റ് ആണ്. പിന്നെ നമുക്ക് ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലീൻ ക്യാച്ച് ആൻഡ്രോയിഡ് 10 and 11+ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സേവ് ഡേറ്റയ്ക്കകത്ത് റീസ്റ്റോർ ടൈറ്റാനിയം ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നമ്മുടെ എന്താണ് അത് രണ്ടും നമുക്ക് ക്രിയേറ്റ് ബാക്കപ്പ്, ന്യൂ ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പേഴ്സണലൈസേഷൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ബാക്കി ഓപ്ഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. ഹൈഡ് ആർക്കൈവ് ചാറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സെപ്പറേറ്റ് ചാറ്റ് ഗ്രൂപ്പ്സ് കിട്ടുന്നുണ്ട്. ഷോ ന്യൂ തീം കിട്ടുന്നുണ്ട്. എന്താണ് നമ്മുടെ പ്രൊഫൈൽ പിക്ക്, അങ്ങനത്തെ നമ്മുടെ പുതിയ കളറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷോ ന്യൂ തീമാണ് കിടക്കുന്നത്. പിന്നെ ഫിക്സ് ക്രാഷ്. അപ്പം ചിലവർക്ക് നമ്മുടെ എന്താണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പം ഒരു ക്രാഷ് വരുന്നുണ്ട് ചില ഫോണുകളിൽ. അപ്പം ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സിൻ്റെ ക്രാഷ് മാറ്റാവുന്നതാണ്. അപ്പം ഈ ഫിക്സ് ക്രാഷ് ഇടുവാണെങ്കിൽ അപ്പം അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനേബിൾ ന്യൂ ഹോം സ്റ്റേറ്റ് നമ്മുടെ എന്താണ് പ്രൊഫൈൽ പിക്ക് ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ. പിന്നെ നമ്മുടെ ചാനൽ ടാബ് ഇവിടെ കാണിക്കണമെങ്കിൽ ഇത് ഓണാക്കിയിട്ടല്ലേ ചാനൽസ് കാണിക്കത്തുള്ളൂ. പിന്നെ ഹൈഡ് ഹോം ഫിൽറ്റർ, പിന്നെ പ്രൊഫൈൽ പിക്ക് ഓൺ ഹോം പേജ് അത് വരണമെങ്കിൽ അതെടുത്തിട്ട് പിന്നെ ഹൈഡ് കമ്മ്യൂണിറ്റി ടാബ്, ഷോ എയർപ്ലെയിൻ മോഡ് നോക്കുമ്പം നമ്മുടെ ഹോം സ്ക്രീനിൽ എയർപ്ലെയിൻ മോഡ് ഓപ്ഷൻസ് കാണിക്കണമെങ്കിൽ ഇത് ഓണാക്കിയിട്ട് മതി. പിന്നെ ഹൈഡ് ഡേറ്റ നെയിം, ആൻറ്റി എഡിറ്റ് മെസ്സേജ്, കൺഫേം ഫോർ സെൻഡിങ് എ സ്റ്റിക്കർ, ഡബിൾ ടാപ്പ്, എന്താണ് റിയാക്ഷൻ നമുക്ക്. പിന്നെ അതിൻ്റെ ഇമോജി ഏതാ വേണ്ടതെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ആവശ്യം വരുന്നുണ്ട്. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മീഡിയ സെറ്റിംഗ് ഡാറ്റ അപ്ലോഡ് മോർ ദാൻ 30 ഫോട്ടോസ് അറ്റ് എ ടൈം. പിന്നെ സെൻഡ് ഇമേജസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ, ഡിസേബിൾ ഓഡിയോ പ്ലേ ബാക്ക് നോട്ടിഫിക്കേഷൻ, സെൻഡ് ഓഡിയോ ലാർജർ ദാൻ 16 MB, അപ്ലോഡ് വീഡിയോസ് ഇൻ ഒറിജിനൽ റെസൊല്യൂഷൻ, സെൻഡ് വീഡിയോസ് മോർ ദാൻ 16 MB. പിന്നെ നമ്മുടെ എന്താണ് റിമൂവ് ഫിക്സേഷൻ ലിമിറ്റ്, അത് നമ്മുടെ 3 ചാറ്റിനേക്കാളും കൂടുതൽ പിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്, പിൻ ഓപ്ഷനാണ്. പിന്നെ നമുക്ക് വീഡിയോ ലിമിറ്റ് ഫോർ സ്റ്റാറ്റസ് നമുക്ക് 7 മിനിറ്റ് വരെ ഇടാനുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ നോർമൽ ഓപ്ഷൻസ് എല്ലാം ആഡഡ് ആണ്. പിന്നെ നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ നമുക്ക് ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ആക്കുന്നതാണ്. അപ്പോൾ അതിന് ജോയിൻ ചെയ്ത് നിൽക്കുക. പിന്നെ എന്താണ് നമുക്ക് നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അത് തന്നെ നമ്മുടെ എന്താണ് നമുക്ക് ഇമോജീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കവറിങ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇമോജീസ് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇമോജീസ് സ്റ്റിക്കർ, അപ്പം അവതാർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെന്താണ് നമുക്ക് നമ്മുടെ വേറെ കാര്യങ്ങൾ നമുക്ക് വോയിസ് നോട്ട്, അപ്പം വോയിസ് നോട്ട് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഏതെങ്കിലും ഒരു ഓഡിയോ വോയിസ് ആയിട്ട് അയക്കണമെങ്കിൽ നമുക്കിവിടെ വോയിസ് നോട്ടും കിട്ടുന്നുണ്ട്. ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, വോയിസ് ആണെങ്കിൽ വോയിസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കതും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ഇൻസ്റ്റൻറ്റ് വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിലത്തെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് മോർ ഓപ്ഷൻസിൻ്റെ അകത്ത് നമുക്ക് എക്സ്പോർട്ട് ചാറ്റ്, ആഡ് ഷോർട്ട് കട്ട്സ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മോർ ഓപ്ഷൻ്റെ അകത്ത് സെർച്ച് വെബ് കിട്ടുന്നുണ്ട്. അപ്പം എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെർച്ച് വെബിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത ഓപ്ഷനായിട്ട് നമുക്കിവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് കേസ്. അപ്പോൾ എന്താണ് ഏതെങ്കിലും വേണ്ടവണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പ്രൈവസി സെറ്റിങ്സ്, നമുക്ക് മീഡിയ വിസിബിലിറ്റി, ഡിസേബിൾ മെസ്സേജ്, ചാറ്റിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് നോർമൽ ഓപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കവറിങ്ങായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ എന്താണ് റിയാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീറ്റയുടെ പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പം എല്ലായിടത്തും യൂസ് ചെയ്യാൻ നല്ലൊരു ബീറ്റ ബേസ് ആണ്.